റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സുരേഷ് ഗോപി. അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ നിലപാടറിയിച്ചു. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് ആവശ്യമുന്നയിച്ചത്. മന്ത്രിയായ ശേഷം സിനിമ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും നേതൃത്വത്തെ അറിയിച്ചു. ഈ മാസം പകുതിയോടെ മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ സമാന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, സുരേഷ് ഗോപി ഒരുപക്ഷെ ഒഴിവാക്കിയേക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചന നമുക്കുണ്ടായിരുന്നു. ഇത് സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോയി എന്നെ ഒഴിവാക്കി തരുമോ എന്ന് ആവശ്യപ്പെട്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ ഈ സഹമന്ത്രി സ്ഥാനത്തിൽ ഒട്ടും തൃപ്തനല്ലായിരുന്നു സുരേഷ് ഗോപി. ആ സമയത്ത് തന്നെ സിനിമ ചെയ്യണമെന്നും തനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചിരുന്നു. പക്ഷേ അത് പ്രധാനമന്ത്രി സമ്മതിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ സുരേഷ് ഗോപി താൻ ഒഴിയാൻ തയ്യാറാണ് എന്ന വിവരം അറിയിച്ചിരിക്കുന്നത്? അരുൺ, സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകളുടെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിരവധി സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന ആവശ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഒറ്റക്കൊമ്പൻ പോലുള്ള പല സിനിമകളും, വലിയ ബിഗ് ബജറ്റ് സിനിമകൾ വരാനുണ്ട്. ആ സിനിമകളുടെ ഒരു പൂർത്തീകരണം നടക്കണമെങ്കിൽ, പ്രത്യേകിച്ച് മന്ത്രിസഭയിലേക്ക് എത്തിയതിന് പിന്നാലെ സിനിമകൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട്. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന ആവശ്യം എന്താണെങ്കിലും സുരേഷ് ഗോപി നേതൃത്വത്തിന് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രതിസന്ധികളുണ്ട്. BJPക്ക് സംസ്ഥാനത്തകത്തും ചില പ്രതിസന്ധികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിനൊക്കെ ഇടയിലാണ് ഇങ്ങനെ ആവശ്യം കൂടി വെച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നാലെ കേന്ദ്ര മന്ത്രിസ്ഥാനമായിരുന്നു സുരേഷ് ഗോപി പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ സഹമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോഴും അദ്ദേഹം സമാനമായ ഒരു ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ അന്ന് അറിയിച്ചതാണ്. മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ളത്. പക്ഷേ അന്ന് മന്ത്രിസഭയിൽ തുടരാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രത്യേകിച്ച് 2 വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹം നിലവിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്ന ഈ മാസം 15 അല്ലെങ്കിൽ 16 ഒക്കെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്ന് ഉറപ്പായതാണ്. ജോർജ് കുര്യനാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കാരണം രാജ്യസഭാ കാലാവധി പൂർത്തിയായതിന് പിന്നാലെ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകാൻ സാഹചര്യമുണ്ട്. എന്താണെങ്കിലും മറ്റൊരു മന്ത്രിക്ക് കൂടി, കേരളത്തിലുള്ള മറ്റൊരു മന്ത്രിക്ക് കൂടി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണെങ്കിലും നേതൃത്വത്തെ സുരേഷ് ഗോപി സിനിമാ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തുടരാൻ കഴിയില്ല, അല്ലെങ്കിൽ തന്നെ മാറ്റണം എന്ന ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. BJP ദേശീയ അധ്യക്ഷൻ അടക്കമുള്ള ആളുകളോടും ഇക്കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാജ്യസഭാ അംഗത്വം നഷ്ടമാവുന്ന ജോർജ് കുര്യനും മന്ത്രിസ്ഥാനത്തു നിന്ന് ഒഴിയും, സുരേഷ് ഗോപിയും മന്ത്രിസ്ഥാനത്തു നിന്ന് ഒഴിയും. ഇവർക്ക് പകരം ആരാണ് വരാൻ സാധ്യതയുള്ളത്? അനിൽ ആന്റണിക്ക് സാധ്യതയുണ്ടോ? അനൂപ് ആന്റണിക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്.